ശ്രീലങ്കൻ തീരത്ത് അമേരിക്ക മുക്കിയ ഇറാനിയൻ കപ്പലിൽ നിന്ന് 87 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 32 പേരെ ശ്രീലങ്കൻ നാവികസേന രക്ഷിച്ചുവെന്നാണ് വിവരങ്ങൾ പുറത്തുവിടുന്നത്. വിശാഖപട്ടണത്തെ നാവിക അഭ്യാസ ശേഷം മടങ്ങിയെത്തിയ കപ്പലാണ് തകർത്തത്. സംഭവത്തിൽ ഇന്ത്യ ഇതുവരെ പ്രതികരിക്കാത്ത പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്ത്യയിൽ നിന്ന് മടങ്ങിയ കപ്പലാണ് എന്നുള്ളത് ഏറ്റവും നിർണായകമായ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം, വിശാഖപട്ടണത്ത് ലോകത്തെ പല രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികരുടെ നാവികരുടെ നാവികാഭ്യാസം അടക്കമുണ്ടായിരുന്നു. ഇവിടെ നിന്ന് മടങ്ങിയ കപ്പലാണ് ഇപ്പോൾ മുങ്ങിയത് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് വലിയ ഞെട്ടൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും പ്രതികരിക്കേണ്ടി വരും. ഇന്ത്യക്ക് തൊട്ടടുത്താണ്, ശ്രീലങ്കൻ തീരത്താണ്. മറ്റൊന്ന്, ഇന്ത്യയിൽ നിന്ന് മടങ്ങിയ കപ്പൽ കൂടിയാണ് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട്. പാർവതി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. പാർവതി, യുദ്ധം അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ്. ഇറാനെ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്ന ഇസ്രായേൽ ഇപ്പോൾ മുക്കിയത് ഇന്ത്യയിൽ നിന്ന് മടങ്ങിയ ഒരു കപ്പലാണ്. ഈ കപ്പൽ പൂർണ്ണമായും തകർന്നു എന്നാണ് മനസ്സിലാകുന്നത്. കുറച്ച് ആളുകളെയൊക്കെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടല്ലേ? എന്താണ് ഏറ്റവും പുതിയ വിവരം? രഞ്ജിത്ത്, യുദ്ധം ഉടനൊന്നും അവസാനിക്കാൻ സാധ്യതയില്ലെന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. ആദ്യ 5 ദിവസം വ്യോമാക്രമണമായിരുന്നുവെങ്കിൽ ഇറാന്റെ യുദ്ധക്കപ്പൽ ആക്രമിച്ചാണ് അമേരിക്ക സംഘർഷം കൂടുതൽ കലുഷിതമാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലായിരുന്നു ഈ ആക്രമണം എന്നതും ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ശ്രീലങ്കയുടെ തെക്കൻ തീരത്ത് നിന്നും 40 നോട്ടിക്കൽ മൈൽ, അതായത് ഏകദേശം 74 കിലോമീറ്റർ അകലെയാണ് ഈ കപ്പലിന് നേരെ ആക്രമണമുണ്ടായിട്ടുള്ളത്. അമേരിക്കയുടെ ആണവ മുങ്ങിക്കപ്പലിൽ നിന്നും ടോർപിഡോ ആക്രമണത്തിലാണ് ഇറാന്റെ പടക്കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. ഇതിൽ 180 നാവികരായിരുന്നു കപ്പലിലുണ്ടായിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൽ 87 പേർ കൊല്ലപ്പെട്ടു. കപ്പലിൽ നിന്നും അപായ സന്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് ശ്രീലങ്കൻ സേന ഇതിൽ 32 പേരെ രക്ഷിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 15 മുതൽ 25 വരെ വിശാഖപട്ടണത്ത് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ മിലാൻ നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന കപ്പലിന് നേരെയാണ് അമേരിക്ക ആക്രമണം നടത്തിയതെന്നതും ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. സംഭവത്തിൽ ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ വരും മണിക്കൂറിൽ പ്രതികരിക്കേണ്ടി വരും. കാരണം ഇന്ത്യയോട് ചേർന്ന സ്ഥലത്താണ്, ഇന്ത്യയുടെ അധീനതയിലുള്ള സ്ഥലത്തു കൂടിയാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളതെന്നതും ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. വരും മണിക്കൂറിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണം ഉണ്ടായേക്കും. ഗൾഫ് രാജ്യങ്ങളോട് സന്ധി സംഭാഷണത്തിന് ഇറാൻ സന്നദ്ധത അറിയിച്ചതിന് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായതെന്നതും നിർണായകമായ കാര്യം ആണ്. മേഖലയുടെ സ്ഥിരതയ്ക്കായി ഒന്നിച്ചു നിൽക്കാമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതികരിച്ചിരുന്നു. ഗൾഫ് രാജ്യങ്ങളുടെ പരമാധികാരത്തെ മാനിക്കുന്നുവെന്നും അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിന് മുന്നിൽ മറ്റു വഴികൾ ഇല്ലായിരുന്നുവെന്നുമാണ് ഇറാൻ പ്രസിഡന്റിന്റെ വാക്കുകൾ. ഒപ്പം തന്നെ കുവൈറ്റിൽ നിന്നും ആശങ്കയുണ്ടാക്കുന്ന പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കുവൈറ്റ് തീരത്ത് നിന്നും 30 നോട്ടിക്കൽ മൈൽ അകലെ, അതായത് 55 കിലോമീറ്ററോളം അകലെ ഒരു സ്ഫോടനം നടന്നിട്ടുണ്ട്. യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ആണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. എണ്ണ ടാങ്കറിൽ ചോർച്ചയുണ്ടായെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഇത് കടുത്ത പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ഇടയാക്കുമെന്ന ആശങ്കയുമുണ്ട്. സൗദിയുടെ കാര്യമെടുത്താൽ 3 ക്രൂയിസ് മിസൈലുകൾ, സൗദിക്ക് നേരെ വന്ന 3 ക്രൂയിസ് മിസൈലുകൾ പ്രതിരോധിച്ചെന്ന് സൗദി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അൽഖർജ് നഗരത്തിന് പുറത്താണ് ഈ 3 ക്രൂയിസ് മിസൈലുകളും നാശം വിതച്ചത്. ഈ മിസൈലുകൾ എത്തിയത് സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രാലയം ആണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ദോഹയിലെ US എംബസിക്ക് സമീപമുള്ള താമസക്കാരെ ഖത്തർ ഒഴിപ്പിച്ചിട്ടുണ്ട്. സുരക്ഷ കണക്കിലെടുത്താണ് ഇങ്ങനെയുള്ളൊരു തീരുമാനമുണ്ടായത്. ദോഹയിലെ US എംബസിക്ക് സമീപമുള്ള വീടുകളിൽ താമസിക്കുന്നവരെ സുരക്ഷിതരാക്കാനാണ് നടപടി എന്നാണ് ഖത്തറിന്റെ വിശദീകരണം. മുൻകരുതൽ നടപടി ഭാഗമെന്ന് അധികൃതർ പറയുന്നുണ്ട്. ഈ ഒരു ഒഴിപ്പിക്കൽ നടപടിയെ പ്രതിരോധ നടപടികളുടെ ഭാഗമായി അവർക്ക് അനുയോജ്യമായ മറ്റ് താമസ സ്ഥലം ഒരുക്കിയതായും അധികൃതർ വ്യക്തമാക്കി. സൗദി അറേബ്യയിലെയും കുവൈറ്റിലെയും US എംബസികളും ദുബായിലെ US കോൺസുലേറ്റും കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമിച്ചിരുന്നു. ഒപ്പം ഇറാഖിൽ 4 സ്ഫോടനമുണ്ടായെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അറാബത്ത്, സർക്യൂസ്, സുർദാഷ് പ്രവിശ്യകളിലാണ് സ്ഫോടനമുണ്ടായിട്ടുള്ളത്. ഇറാഖിലെ ഇറാനിയൻ കുർദിഷ് സായുധ സംഘമായ കുർദിസ്ഥാൻ ടോയിലേഴ്സ് അസോസിയേഷനെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണങ്ങളെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ഏകപക്ഷീയമായ ആക്രമണം കടുപ്പിക്കുകയാണ് ഇറാൻ. അതാണ് സാഹചര്യം. ഇതുവരെ നമുക്ക് പുറത്തു വരുന്ന കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് 5000-ഓളം ബോംബുകൾ ഇസ്രായേൽ ഇറാനിൽ ഇട്ടു
എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. 5000-ന് മുകളിൽ ബോംബുകൾ ഇസ്രായേൽ ഇറാനിൽ ഇട്ടു എന്നുള്ളതാണ്. അതിപ്പോൾ ടെഹ്റാനിലടക്കമുള്ള സ്ഥലങ്ങളിലാണ് വലിയ ബോംബ് വർഷം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊന്ന്, ഇപ്പോൾ 1000-ലധികം മരണം ഇറാനിൽ ഇതിനകം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുമ്പോഴും ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ച ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. പല മേഖലകളിലും ഇറാന്റെയും ആക്രമണം ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും ഗൾഫ് മേഖലകളെ കേന്ദ്രീകരിച്ച് മറ്റുമാണ് നിരവധി മിസൈലുകൾ ഇറാൻ വിക്ഷേപിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അത് ഏറെ നിർണായകമായ പ്രശ്നമാണ്. ഇതിനിടയിൽ പശ്ചിമേഷ്യയിൽ നമുക്കറിയാം, ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഹോർമുസിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഇറാൻ ഏറ്റെടുത്ത പശ്ചാത്തലമുണ്ട്. കപ്പലുകൾ അങ്ങോട്ടേക്ക് വിടാത്ത പശ്ചാത്തലം, അവിടെ ഒരു കപ്പലിനെ അജ്ഞാതർ ആക്രമിച്ചു എന്നുള്ള വിവരം വരുന്നുണ്ട്. അമേരിക്കയും മറ്റും ഈ വിഷയത്തിൽ ഇറാനെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ യുദ്ധം അതിന്റെ പാരമ്യത്തിലാണ്. ഒട്ടും പുറകോട്ടില്ല ഇറാൻ. ഗൾഫ് മേഖലയിലേക്ക് കൂടുതൽ മിസൈലുകൾ, അതാണല്ലോ പാർവതി ഏറ്റവും പ്രധാനം. ഗൾഫ് മേഖലയിലേക്ക് ഇറാൻ കൂടുതൽ മിസൈലുകൾ, ഡ്രോണുകൾ ഒക്കെ വിന്യസിക്കുന്ന പശ്ചാത്തലമുണ്ട്. അറാംകോയുടെ ഏറ്റവും വലിയ എണ്ണ സംഭരണശാല, അറാംകോയുടെ എണ്ണ സംഭരണശാലയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണം വീണ്ടും ഉണ്ടായി എന്ന വിവരം പുറത്തു വരുന്നു. മിസൈലുകൾ സൗദി തകർത്തെന്ന് പറയുമ്പോഴും ഒട്ടും കാര്യങ്ങൾ ശുഭകരമല്ല. വീണ്ടും ഈ ഗൾഫ് കൺട്രീസിനെ ആക്രമിക്കാനുള്ള ഇറാന്റെ നീക്കം വലിയ പ്രത്യാഘാതം ഉണ്ടാക്കിയേക്കാം. തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ഏകപക്ഷീയമായ ആക്രമണം കടുപ്പിക്കുകയാണ് ഇറാൻ. ആക്രമണവും പ്രത്യാക്രമണവും രൂക്ഷമാണ്. ഇരു സംഘവും വിട്ടുവീഴ്ചയ്ക്കില്ലാത്ത നിലപാടാണ്. അതോടുകൂടി യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. ബെയ്റൂട്ടിലെ ഇസ്രായേൽ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇവിടെ തന്നെ എയർപോർട്ട് ഹൈവേയിലായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. ലെബനനിലെ ട്രിപ്പോളി ബെദാവി അഭയാർത്ഥി ക്യാമ്പിലും ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന പുതിയ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ലെബനനിലെ ട്രിപ്പോളിയിലെ ഈ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ ആയിരുന്നു ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത്. ലെബനനിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പാണ് ഈ ബെദാവിയിലുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇറാഖിലെ സുലൈമാനിയിലും സ്ഫോടനങ്ങൾ തുടർച്ചയായി ഉണ്ടായെന്നും റിപ്പോർട്ടുകളുണ്ട്. കുർദിസ്ഥാൻ മേഖലയിലെ വടക്കൻ പ്രവിശ്യയിലെ നിരവധി സ്ഥലങ്ങളിൽ സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട്. ഒപ്പം ബെയ്റൂട്ടിലെ വിമാനത്താവള ഹൈവേയിൽ ഇസ്രായേലി ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ട് വരുന്നുണ്ട്. ബെയ്റൂട്ടിലെ വിമാനത്താവള ഈ ഹൈവേയിലെ വാഹനങ്ങൾക്ക് നേരെയായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത്. 2 ആക്രമണങ്ങളിലായാണ് ഈ 3 പേർ കൊല്ലപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണ് ഇതെന്നാണ് ഇസ്രായേലിന്റെ വാദം. ഒപ്പം അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ ആക്രമണം തുടരുകയാണ്. ഇതുവരെ 1045 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ 176ഓളം കുട്ടികളടക്കം ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനെ ഐക്യരാഷ്ട്രസഭ അപലപിക്കുകയും ഈ കുട്ടികളുടെ മരണത്തിൽ, കൂട്ടക്കൊലയിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ സൈന്യം ലെബനനെ ആക്രമിച്ചതോടെ ഇറാനും കനത്ത തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. നമുക്ക് UN റെഫ്യൂജി ഏജൻസിയുടെ കണക്ക് കൂടി നോക്കേണ്ടതുണ്ട്. UN റെഫ്യൂജി ഏജൻസിയുടെ കണക്കനുസരിച്ച് ആക്രമണങ്ങളെ തുടർന്ന് ആദ്യ 2 ദിവസങ്ങളിൽ ഏകദേശം 1 ലക്ഷം ആളുകൾ ടെഹ്റാൻ വിട്ടുപോയതായാണ് റിപ്പോർട്ട് വരുന്നത്. ലെബനനിൽ 58,000 പേർ വിവിധ സ്ഥലങ്ങളിൽ അഭയം തേടിയിട്ടുണ്ട്. മാർച്ച് 2-ന് ഏകദേശം 10,000 സിറിയക്കാരും ഏകദേശം 1000 ലെബനീസും ലെബനനിൽ നിന്ന് സിറിയയിലേക്ക് കുടിയേറിയതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അഭയാർത്ഥി പലായനവുമായി ബന്ധപ്പെട്ട ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്ക് കൂടിയാണ് ഇത്. രഞ്ജിത്ത്, തീർച്ചയായും അങ്ങനെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ, അതിൻ്റെ പ്രത്യാക്രമണങ്ങളും മറ്റും പുരോഗമിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിനിടയിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയുടെ മൃതദേഹം സംസ്കരിക്കുന്ന കാര്യങ്ങൾ, ഖബറടക്കമടക്കമുള്ള കാര്യങ്ങളിൽ മാറ്റമുണ്ട്. ഉടൻ ഖബറടക്കം ഉണ്ടാകില്ല എന്ന സൂചനകൾ കൂടിയുണ്ട്. ഇതിനിടെ മൊജ്തബ ഖമേനിയുടെ മകനെ കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കുകയും മറ്റും ചെയ്തത്. മൊജ്തബയെയും വധിക്കും, ഇനിയും ആളുകളെ വധിക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന ഏറ്റവും നിർണായകമായ ഒന്നാണ്. കാരണം ആരൊക്കെ ഇറാന്റെ ഭരണതലത്തിൽ അല്ലെങ്കിൽ ആത്മീയ തലത്തിൽ ഇനി എത്തിയാൽ അവർക്ക് നേരെയും ആക്രമണമുണ്ടാകും എന്നാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നത്. അങ്ങനെ ഓരോ തലത്തിലും സംഘർഷങ്ങൾ മൂർച്ഛിക്കുകയാണ്. ഇതിനിടയിലാണ് ശ്രീലങ്കൻ തീരത്ത് വെച്ച് ഒരു ബോട്ട്
ഇറാന്റെ ഒരു ബോട്ട് നാവികാഭ്യാസം വിശാഖപട്ടണത്ത് നിന്ന് നാവികാഭ്യാസം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഒരു ബോട്ട് മുക്കുന്ന പശ്ചാത്തലം ഉണ്ടായത്. അത് ചില്ലറയൊന്നും ആയിരിക്കില്ല. ഇറാനെ പ്രകോപിപ്പിക്കുന്നത് സംശയമില്ലാത്ത കാര്യമാണ്. വലിയ പ്രകോപനം സൃഷ്ടിക്കും ഈ മേഖലയിൽ എന്നുള്ളതാണ്. ഇതിനിടയിൽ സ്പെയിൻ അടക്കമുള്ള രാജ്യങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറണം എന്ന് ഇസ്രായേലിനോടും അമേരിക്കയോടും ആവശ്യപ്പെട്ട വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ശക്തമായ ആക്രമണം ഇരുപക്ഷത്തു നിന്നും ഉണ്ടാകുന്നു. ഗൾഫ് നാടുകളിൽ നിന്നുള്ള വിമാന സർവീസുകൾ പൂർണ്ണമായും മുടങ്ങിയ പശ്ചാത്തലം കൂടി നിർണായകമായ ഒന്നാണ്. ഇന്നും ഇന്നലെയും ഒക്കെയായി വീണ്ടും വിമാനങ്ങൾ റദ്ദാക്കുന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിൽ പലതരത്തിലുള്ള 5000 ബോംബുകൾ ആരാംകോ അടക്കം ലക്ഷ്യമിട്ട് ഇറാൻ ഡ്രോണുകൾ അയച്ചു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. അങ്ങനെ ഇറാന്റെ വ്യോമ മേഖലയിൽ കടന്ന് 5000 ബോംബിട്ടു എന്നാണ് ഇസ്രായേൽ സേന അവകാശപ്പെടുന്നത്. തിരിച്ചടിയായി ഇറാൻ 500 ബാലിസ്റ്റിക് മിസൈലുകളും 2000 ഡ്രോണുകളും തൊടുത്തുവെന്നാണ് US നേവി അഡ്മിറൽ ബ്രാഡ് കൂപ്പറിന്റെ ഇതുമായി ബന്ധപ്പെട്ട പരാമർശം വന്നത്. ആരാംകോയുടെ എണ്ണ ശുദ്ധീകരണശാലയായ റാസ് തനൂറയിൽ ഇന്നലെയും ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. 2ാം വട്ടമാണ് ആക്രമണം. പക്ഷേ ഉൽപ്പാദന തടസ്സമില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തിങ്കളാഴ്ച കഴിഞ്ഞ ദിവസം സൗദിയിലെ CIE ആസ്ഥാപനത്തിലും ഇറാന്റെ ഡ്രോൺ പതിച്ച വിവരങ്ങളൊക്കെ പുറത്തു വന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതിനിടയിൽ UAE ആക്രമണങ്ങളടക്കം വിദേശികളടക്കം 78 പേർക്ക് പരിക്കേറ്റു എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. മരണം 3 അങ്ങനെ ആക്രമണത്തിൽ ഗൾഫ് രാജ്യങ്ങളിലാണ് കൂടുതൽ ആശങ്കകളും മറ്റും നിലനിൽക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിനിടയിലാണ്